പതിവ് പോലെ മാമ രാവിലെ വന്നു. ഇക്കായെയും വിളിച്ചുകൊണ്ട് നോമ്പുതുറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോയി. കൂടെ ഞാനും. തൂക്കം കൂടിയ കോഴികളെ മുറിച്ചു വാങ്ങി. ഫ്രൂട്ട്സും പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക്. മാമായും ഇക്കായും റെൻ്റെ ഷോപ്പിൽ നിന്ന് ആവശ്യമായ പാത്രങ്ങൾ എടുത്തുകൊണ്ടുവന്നു. കുറച്ചധികം ഫുഡ് ഉണ്ടാക്കേണ്ടതല്ലേ. അപ്പോഴേക്ക് നോമ്പുതുറയുടെ ഒരുക്കങ്ങൾ വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു. കാക്കായും സൈനക്കുട്ടനും ചേർന്ന് ഉള്ളി അരിയക്കം തുടങ്ങി. ഏത് കാര്യം ചെയ്യുമ്പോഴും കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണം. ഭാവിയിൽ ഒരു പാടായി അവർക്കൊന്നും തോന്നില്ല. അരിയലും പറക്കലും തകൃതിയിൽ നടക്കുന്നുണ്ടേ. അതിനിടയിൽ മിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ആരുടെ കല്യാണം എന്നൊരു ചോദ്യം. ആ ചോദ്യം കേട്ട് നമ്മളെല്ലാം ഒരു ചിരിയിലൊതുക്കി. ബിരിയാണി ചരുവം വൃത്തിയിൽ കഴുകി അടുപ്പിൽ വെച്ചു. ഇനി എല്ലാം തകൃതിയിലായിരിക്കും. പാത്രം ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, മസാലകളെല്ലാം ഇട്ടു. പൊട്ടി വന്നപ്പോൾ സവാള അങ്ങ് ഇട്ടുകൊടുത്തു. നല്ലതുപോലെ ഇളക്കി. കൂടെ ഉപ്പും. പെട്ടെന്ന് ഉള്ളി വാടി കിട്ടുമല്ലോ. ഇനി ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ് മേക്കറാണ് ഇടുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, ഗരം മസാല എല്ലാം കൂടി ചതച്ചിട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി. തക്കാളി അരിഞ്ഞതും തക്കാളി ചതച്ചതും ഉണങ്ങിയ വയനയിലയും ഇട്ടുകൊടുത്തു. ഒന്നിളക്കി സെറ്റാക്കി. ഇനി അരിയിട്ടില്ലേൽ സമയത്തിന് വെന്ത് കിട്ടില്ല. വെള്ളം അടുപ്പിൽ വെച്ച് ഗരം മസാല ഇട്ടു. തിളച്ചപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ടു. അതൊന്ന് സെറ്റാകട്ടെ. ഇനി മസാലയിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം ഇട്ടൊന്ന് ഇളക്കി. പച്ചമണം മാറിയപ്പോൾ തൈര് ഒഴിച്ചു. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തു. നല്ലപോലെ ഇളക്കണം. അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അപ്പോഴേക്കും അരി ഊറ്റാറായി. ഉമ്മയും ഞാനും ചേർന്ന് അരി ഊറ്റിയെടുത്തു. ചൂട് കഞ്ഞിവെള്ളം പുറത്ത് വീഴാതെ സൂക്ഷിക്കണം കേട്ടോ. ചിക്കൻ മസാല റെഡിയായിട്ടുണ്ട്. ചിക്കൻ വെന്ത് വന്നപ്പോൾ കുറച്ച് പാത്രത്തിലേക്ക് കോരി മാറ്റി. ദം ചെയ്യാനുള്ളതല്ലേ. ബാക്കിയുള്ള ചിക്കൻ ഗ്രേവിയിലേക്ക് ചോറിട്ടു. എന്നിട്ടൊന്ന് നിരത്തി. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തു. വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്യൂ, ഉണക്കമുന്തിരി ഇട്ടതിന് ശേഷം നെയ്യും ഗരം മസാലയും തൂകി. കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രേവിയും അതിലേക്ക് തട്ടി നിരത്തി. ബാക്കിയിരിക്കുന്ന ചോറും നിരത്തി. റിപ്പീറ്റായി ക്യാരറ്റും ബീൻസ് അരിഞ്ഞതും ഉള്ളി മൂപ്പിച്ചതും നെയ്യും ഗരം മസാലയും ഇട്ട് പാത്രം മൂടി. അടുപ്പിൽ നിന്ന് കനൽ വാരി മൂടിയിലേക്ക് ഇട്ടു. ദം ചെയ്തു. ഫ്രൂട്ട്സുകളെല്ലാം അരിഞ്ഞു. റൂഹഫ്സ കൊണ്ട് സർബത്തുണ്ടാക്കി. പാലും വെള്ളവും പഞ്ചസാരയും ചേർത്ത് മിക്സിലേക്ക് മാതളവും ചെറുതായി അരിഞ്ഞ തണ്ണിമത്തനും ഇട്ടു. റൂഹഫ്സയും ചേർത്ത് ഐസും ഇട്ട് സർബത്തുണ്ടാക്കി. മാമ ബിരിയാണി കോരി ഓരോ പൊതിയിലിട്ടു. നമ്മളെല്ലാം മത്സരിച്ച് പൊതിഞ്ഞു. ഇതൊക്കെ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ കാണുന്നതാണ്. മക്കളെല്ലാം ചേർന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഓരോ കവറിലാക്കി. ഇനി തൈക്കാവിലേക്ക്. നോമ്പ് മുറിക്കുന്നതിനായി ഫ്രൂട്ട്സ് ഓരോ പാത്രത്തിൽ വിളമ്പി. കുഞ്ഞുമക്കളാണ് നോമ്പ് മുറിക്കാൻ കൂടുതൽ. നമസ്കാരം കഴിഞ്ഞ് കുഞ്ഞുമക്കളെല്ലാം തമാശകൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ബിരിയാണി പൊതികൾ നൽകി. ആ കൂട്ടത്തിൽ വീട്ടിലെ നോമ്പ് മുറിയും നടക്കുന്നുണ്ട്. കുട്ടികളെല്ലാം ഒരുമിച്ചിരുന്നു ഒരു പാത്രത്തിൽ നിന്ന് നോമ്പ് മുറിച്ചു. കൂടെ 2 കൊച്ചുണ്ടാപ്രികൾ.